ഹായ്, എന്താ പാട്? സുഖല്ലേ? ഞാൻ ഇന്ന് പറയുന്നത് കുറച്ച് രാഷ്ട്രീയമാണ്. അതായത് നിങ്ങൾക്ക് ബോറടിക്കൊന്നുമില്ല. കാരണം എന്താ അറിയോ, അമ്മാരി ടീംസ് ആണ് ഓല കാര്യം ഞാൻ പറയുന്നത്. വേറൊന്നുമല്ല. ഇപ്പൊ BJP ഒരു 2020 പരിപാടിയൊക്കെ തുടങ്ങിയിരുന്നു. എന്തിനെ? കേരളം ഒന്നായിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് പറ്റിയ കുറച്ച് ആളുകളെയും കിട്ടിയിരുന്നു. ഒരു പണി തൊഴിലില്ലാതെ. എന്നാലോ ഇവരൊക്കെ സിനിമാ നടന്മാരും സിനിമാ നടിമാരുമാണ്. എങ്ങനെ പേരിന് ഇപ്പൊ സിനിമയിൽ പോലും ഒരു ചാൻസ് ഇല്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് BJPയുടെ വലിയൊരു ഓഫർ. അടുത്ത MLA നിങ്ങൾ തന്നെയാണ് ഇങ്ങോട്ട് പോയിട്ട് തന്നിട്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി രാജ്യസ്നേഹം അങ്ങോട്ട് ഉണർന്നു. എന്താ പറയാ, മോദിനെ പുകഴ്ത്തൽ തുടങ്ങി, BJPനെ പുകഴ്ത്തൽ തുടങ്ങി, ഭയങ്കര സംഭവമാക്കി മാറ്റിയിരിക്കുന്നു. അതിന്റെ ഇടക്ക് ഇതാ ഞാനാ മത്സരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓഫറുകളൊക്കെ എന്തൊക്കെ ചെയ്യാ, ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാനുള്ളത് എന്ന് വരെ പറഞ്ഞു. അങ്ങനെ വല്ലാത്തൊരു ആകാംക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ ഓഫർ എന്താന്നുള്ളത് ഞാനൊന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. ഇത് ബാക്കി പറഞ്ഞുതരാം. ഇതാ കേട്ടോ. ഫസ്റ്റ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ പ്രശ്നം, ഡ്രഗ്സിന്റെ വ്യാപനം, അതെല്ലാം കൂടി ചെയ്യും. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ജലലഭ്യത, നല്ല കുടിവെള്ളം അത് ഉറപ്പാക്കുക. അടുത്ത കാര്യം ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ. പിന്നെ നാലാമത്തെ കാര്യമായിട്ടായിരിക്കും റോഡ്, അതുപോലത്തെ കാര്യങ്ങളുടെ വികസനത്തിന് പ്രാധാന്യം. കേൾക്കണം, ചില്ലറ ആഗ്രഹമൊന്നുമല്ല. എങ്ങനെ BJPയിൽ ജയിച്ച് MLA വന്നിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന നടന്നത് തന്നെ. അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാർട്ടി ഉണ്ടാകുമോ? നിങ്ങൾ ഈ പാർട്ടിയിൽ ആർക്കെങ്കിലും അത് കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. അതൊക്കെ പോട്ടെ. തൽക്കാലം ഇപ്പൊ ഇജ്ജ് ജയിച്ചിട്ട് എന്തായാലും സംഘികള് വിദ്യാഭ്യാസം നേടുന്നുള്ള ഒരു വിചാരം ഇവിടെ ആർക്കും ഇല്ല. പിന്നെ പെരുമ്പാവൂരിലെ എന്താ പറയാ, അന്യസംസ്ഥാന തൊഴിലാളികള് പോലും അവിടെ നിൽക്കട്ടെ. അനക്ക് വോട്ടുണ്ടോ നോക്കിയത്? ഇല്ലല്ലോ. ആദ്യം അതായിരുന്നു നോക്കേണ്ടിയിരുന്നു. അതെന്തുകൊണ്ടാ പറഞ്ഞാലോ, അതിന്റെ മുമ്പ് കേറിയിട്ട് മോഡിജി അങ്ങനത്തെ ആളാണ്, മോഡിജി ഇങ്ങനത്തെ ആളാണ്, ഞാൻ എത്രയോ വർഷമായിട്ട് മോഡിജിനെ ഭയങ്കരമായിട്ട് മോഡിജി പോലും അറിയാതെ പ്രേമിക്കുന്നുണ്ട് എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ സംഭവം എന്താ അറിയോ, ഒരു BJPക്കാരൻകാരി എന്ന് പറയാൻ തന്നെ ഈ സമൂഹത്തിന് മാനക്കേടുള്ള ഒരു കാര്യമാണ്. അത്തരത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് കാള പറ്റുമെന്നും കേട്ടപ്പോഴത്തിന് ഇവരാണ് കയറെടുത്തിട്ട് ഭയങ്കര രാജ്യസ്നേഹിയായി. പിന്നെ ചോദ്യമായി, മീഡിയക്കാരായി. 24 ഒക്കെ ഇന്റർവ്യൂക്ക് ചെന്നപ്പോ എന്താണെന്നറിയോ, വാക്ക് കൊടുത്തുക്കണു. മമ്മൂട്ടിനെയും മോഹൻലാലിനെയും ജയറാമിനെയും വരെ അവിടെ എത്തിച്ചത്. അമ്മാതിരി വിടലല്ലേ വിട്ടിരുന്നത്. കേട്ടിട്ടില്ലല്ലോ? നിങ്ങളൊന്ന് കേട്ടാ വേണമെങ്കിൽ. 24 കണ്ടു എന്നായിരിക്കും ഇപ്പൊ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടനും ജയറാമേട്ടനും എന്താ പറയാ, മമ്മൂക്കയൊക്കെ വരണം എന്നാണ് എന്റെ ആഗ്രഹം. വല്ലാത്ത ആഗ്രഹം തന്നെയല്ലേ. ഇതിന്റെ ട്വിസ്റ്റ് എന്താ അറിയോ? അത് കേട്ടോ. വോട്ടേഴ്സ് ലിസ്റ്റിൽ ലക്ഷ്യപ്രിയയുടെ പേരില്ല. അങ്ങനെയാവുമ്പോൾ മത്സരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. വോട്ടർ പട്ടികയിൽ കൂടി പേരില്ല. എന്നിട്ട് ഇപ്പൊ മമ്മൂട്ടിനെയും മോഹൻലാലിനെയൊക്കെ കൊല്ലാൻ നിൽക്കരുത്. എന്തിനാ ഇങ്ങനെ സംഖ്യകളെ പറ്റിച്ച ഇവറ്റൊക്കെ കഴിയുള്ളൂ? എനിക്കറിയില്ല. ഇതിങ്ങോട്ട് ചേരുമ്പോഴത്തിന് ഇങ്ങനെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാം ഇവരിക്കേ കഴിയുള്ളൂ. ഇപ്പൊ എന്താ അവസ്ഥ അറിയോ? ഇതാ കേട്ടോ. നമസ്കാരം. ഞാൻ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ 2020 വേണ്ടിയിട്ട് NDA കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. ആ മത്സരത്തിൽ നിന്നും ഇപ്പോൾ ഞാൻ ഔദ്യോഗികമായിട്ട് പിന്മാറുന്ന വിവരം എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. കാരണം പല ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും, ഞാൻ വോട്ടില്ലാത്ത ആളാണോ, വോട്ട് പിന്നെ ഇതുവരെ ചെയ്യാത്ത ആളാണോ, ഇങ്ങനെയുള്ള ഒരാളാണോ മത്സരത്തിന് ഇറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മതി, എന്റെ ടെക്നിക്കലൊക്കെ നമുക്കറിയാം. ഇതിപ്പോ എന്താ അറിയോ, സംഖ്യകൾ ഈ ഭാവത്തിനെ പറ്റിച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചിട്ടാ, അതായത് ഇതിക്ക് രംഗത്തേക്ക് ആള് വരണല്ലോ. ഈ രംഗത്തേക്ക് ആള് വരണമെങ്കിൽ ഓർക്ക് നല്ലൊരു ഓഫർ കൊടുത്തിട്ട് ഓലങ്ങോട്ട് കൊണ്ടുവരിക. ഇതൊരു യഥാർത്ഥ സംഖ്യയാണ് എന്നുള്ളത് പുറത്ത് പറയിപ്പിക്കുക. ഇതിനു മുമ്പ് ഈ നടിയെ കുറിച്ചിട്ട് ചില്ലറ ഗോസിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. സംഖ്യകളുടെ പരിപാടിക്ക് പങ്കെടുത്തു പറഞ്ഞു. അന്ന് പുള്ളിക്കാരി പറഞ്ഞത്, എനിക്ക് എല്ലാവരും ഒരേപോലെ, ഞാൻ അങ്ങനെ ഒരു വിഭജനവും ആരോടും കാണിക്കൂല, പിന്നെ ഞാനൊരു പരിപാടിക്ക് വിളിച്ചാൽ പോണ്ടേ എന്നുള്ളതൊക്കെ സംഖ്യ എന്ന് പറയാൻ മടിയുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു ഓഫറിന് കൊടുത്തപ്പോ പുള്ളിക്കാരിനെ വന്നിട്ട്, ഞാൻ ആർക്ക് സംഖ്യ ആയിരുന്നു, ചെറുപ്പം തൊട്ടേ അങ്ങനെയായിരുന്നു, ഇപ്പോഴൊന്നും അല്ല, ഞാൻ എന്റെ മനസ്സിൽ വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഖ്യകളുടെ സ്ഥിരം കഥല്ലേ. അതുകൊണ്ട് വന്നതാണ് സംഗതി പാളി. സീറ്റ് ഇല്ല. എന്നിട്ട് ഇപ്പൊ 2 ദിവസമായിട്ട് മുപ്പത്തിന് ഫുള്ള് എയറില്ല. എന്നിട്ട് അതിനുള്ള മറുപടി എന്താ അറിയോ? ഇതാ കേട്ടോ. കുറയ്ക്കുന്നവരെപ്പോഴും കുറച്ചുകൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ വഴിയിലൂടെ, നേരായ മാർഗത്തിലൂടെ, നേരായ പാതയിലൂടെ മുന്നോട്ട് ലക്ഷ്യത്തിലേക്ക് നടന്നു പോവുക. അതെ, കുറയ്ക്കുന്നവരെപ്പോഴും കുറയ്ക്കും. നമ്മൾ നമ്മുടെ നേരായ പാതയിലൂടെ പോവുകയാണ്.
എങ്ങനെ BJP-യിൽ നിന്നിട്ട് നേരായ പാത ഒന്ന് ആലോചിച്ചോ. അങ്ങനെ ഒരു പാതനെ കുറിച്ചിട്ട് തന്നെ പറ്റൊക്കെ അറിയില്ല. അതിന് വല്ല വൃത്തം നമുക്ക് അറിയിച്ചെങ്കിൽ ഇങ്ങനെ നടക്കും ഈ വർക്ക് ചെയ്തതും കൊണ്ട്. എന്നിട്ട് ആ പാർട്ടിയിൽ നിന്നിട്ട് ജയിച്ചിട്ട് MLA ആയിട്ട് വേണം എല്ലാരെയും നല്ല പാതയിൽ കൂടെ കൊണ്ടുപോകാനാണ്. ആദ്യം സംഖ്യകളൊന്നും കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു സംഖ്യനെ പിടിച്ചിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതിക്കും നല്ലത് എന്താ അറിയോ? മങ്കിനെ പിടിച്ച് ഡോക്ടറാക്കുക. തീർന്നിട്ടില്ല, വേറൊരു പുള്ളിക്കാരും കൂടി ഉണ്ട്. കണ്ടോ, ഞാൻ ലക്ഷ്മി ചേച്ചിയെ വിളിച്ചിരുന്നു. ഇങ്ങനെ എന്തൊക്കെയോ കുറെ ചേച്ചിക്ക് കുറെ വോട്ടിങ് എവിടെയും ചേച്ചിയുടെ പേരും മറ്റേ ചേച്ചി ഇതിനു മുന്നേ എന്താ പറയുക വോട്ട് ചെയ്തതിൻ്റെ പോലും ഡീറ്റെയിൽസ് കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു എന്തായാലും എല്ലാം നല്ലതിന് വരട്ടെ എന്ന് തന്നെ ഇന്നലെ രാത്രി സംസാരിച്ചോ പറഞ്ഞത്. അപ്പോൾ അപ്പോഴും പോലും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാര്യം എൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഭഗവാനെ തൊഴുത് കാര്യങ്ങൾ എടുത്തത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നത്. ഇപ്പൊ വരുന്ന അവസ്ഥ എന്താ അറിയോ? കഴിച്ചിട്ട് ഇറക്കാനും പറ്റ, മധുരിച്ചിട്ട് തുപ്പാനും പറ്റാറിയ ഒരാവേശത്തിന് കയറി സംഖ്യയാണെന്ന് പറയും ചെയ്തു. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടോ ഇവരെ നിർത്തുന്നു? ഇവരെ ഓൾറെഡി സംഖ്യ എന്നുള്ള ലേബലിൽ കയറി. അത്രേ വേണ്ടുള്ളൂ ഈ BJP-ക്കും RSS-നും. വോട്ടർ പട്ടികയിലും കൂടി ഉണ്ടോ ഇല്ലേ നോക്കിയിട്ടില്ല. എന്നിട്ട് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. എന്താ പിണറായി സർക്കാരിന്റെ മാതിരി ആകൂല. ഇടതും വലതും ഇവിടെ മാറി മാറി ഭരിച്ചിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരവസരം തന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വലിയർത്താനായിരുന്നു. ഇത് തോറ്റിട്ടാണെങ്കിൽ മറ്റേ ഇന്നസെന്റ് പറയണ മാതിരി തോറ്റമല്ലെന്നെങ്കിലും പറയാം. അപ്പൊ അതിനും കോലല്ലാതെ എന്താ അറിയോ? ആ ഭാഗത്തേക്ക് അടിപ്പിച്ചാൽ ഒരു കോലമല്ല. ഒരാള് സംഖ്യ ആകണം എന്ന് തീരുമാനിച്ചാല് അവരുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്ന കാര്യം എന്താ അറിയോ? മറ്റുള്ള മതസ്ഥരെ എങ്ങനെ ദ്രോഹിക്കാം, അവരെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പാർട്ടിക്ക് വന്നിട്ട് അല്ല, ഇവരുടെ അജണ്ട തന്നെ അതാണല്ലോ. എങ്ങനെ കമ്മ്യൂണിസ്റ്റ്, മുസ്ലിം, ക്രിസ്ത്യാനി, അത് കഴിഞ്ഞാൽ പിന്നെയാണ് ഇവർക്ക് ജാതിയുടെ ഐക്യത്തിന്റെ ഒക്കെ തുടങ്ങുന്നത്. അതുവരെ ഓലൊക്കെ കൂട്ടുപിടിക്കും. ഇതൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇവര്. എന്നിട്ടും ആ പാർട്ടിയിലേക്ക് പോണെന്ന് പറയുമ്പോൾ ഇവരൊരിക്കലും ആ പാർട്ടിയുടെ നല്ല പ്രവൃത്തി കണ്ടിട്ട് പോകുന്നതല്ല. ആ ഒരു പാർട്ടിക്ക് കാല് കുത്തി എന്ന് പറഞ്ഞാൽ തന്നെ അവര് മനുഷ്യരിൽ നിന്ന് പോയി എന്നാണ് അതിന്റെ ഏറ്റവും വലിയ അർത്ഥം. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അവരുടെ ലക്ഷ്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്ത് മുസ്ലിം, ക്രിസ്ത്യാനി, പിന്നെ എന്താ പറയാ കീഴ്ജാതി, മേൽജാതി എന്നുള്ള ആശയങ്ങളാ. ഇപ്പൊ ഒട്ടകംഗോപാലിന്റെ ഒരു ഇത് കണ്ടോ, ഗുരുവായൂരിൽ നിന്നിട്ട് പറയുന്നത് ഇവർക്ക് ഒരിക്കലും ദൈവങ്ങളെ കൂട്ടുപിടിക്കാതെ, മതത്തെ കൂട്ടുപിടിക്കാതെ, വർഗീയത ഉണ്ടാക്കാതെ ഇവർക്ക് ഒരിക്കലും പൊന്തി വരാൻ കഴിയൂല. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഒട്ടകംഗോപാലം ഗുരുവായൂർ അമ്പലത്തിൽ പോയി നിന്നിട്ട് പറയാണ്, പിന്നെ ഇവിടെ ഒരു ഹിന്ദു MLA ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരൊറ്റ ചാൻസ് ഞങ്ങൾ കാണിച്ചു തരാന്നുള്ളത്. ഈ സംഖ്യകളാണ് പണ്ട് അവരെന്നെ പോയിട്ട് അവരെന്നെ അമ്പലത്തിന്റെ ഉള്ളിൽ എറിഞ്ഞ് അത് ചെയ്തത് ഒരു മുസ്ലിം അല്ല, ഒരു ക്രിസ്ത്യാനി അല്ല, ഒരു ഹിന്ദു അല്ല, ഈ സംഖ്യകളാണ് പിടിക്കപ്പെട്ടില്ലേ. എന്നിട്ടാണ് ഒരു ഉളുപ്പില്ലാതെ ഗോപാലകൃഷ്ണൻ അവിടെ വന്നിട്ട് പറയുന്നത് ഒരു ചാൻസ്, ഈ ഗുരുവായൂരപ്പനെ രക്ഷിക്കാൻ ഉള്ള ഒരു ചാൻസ് എന്ന്. അവരവിടെ വന്ന് ഈ പ്രാർത്ഥിക്കുന്നത് തന്നെ എന്താ? ഗുരുവായൂരപ്പ കാക്കണേ, രക്ഷിക്കണേ, നല്ലത് വരുത്തണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് പ്രാർത്ഥിക്കുക അല്ലെ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഹിന്ദുക്കളാണ് അവിടെ പോയിട്ട് അത് പ്രാർത്ഥിക്കുന്നത്. അതും ശരിയല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഗുരുവായൂരപ്പനെ രക്ഷിക്കാൻ ഈ ഒട്ടകംഗോപാലം വേണം. ഒരു ഉളുപ്പില്ലാന്ന് പറയണേ. എന്ത് ഈ ഗുരുവായൂരപ്പനെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചാൻസ് എനിക്ക് താന്ന് എങ്ങനെ ഉണ്ട്. പക്ഷെ കേരളത്തിലാകൊണ്ടേ പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. കാരണം ഈ അടുത്തൊന്നും ഓല് വരൂല. അതെന്താ വെച്ചാ ഓലെ കുറിച്ചിട്ട് മലയാളികൾക്കൊരു ധാരണ ഉണ്ട്. അതുപോലും ഇല്ലാതെ അധികാരം എന്ന് കേട്ടപ്പോ MLA ആവുന്നു വിചാരിച്ചിട്ട് മണ്ടി വന്ന ആളുകളാ പോലെ.